അയാൾ എത്ര നന്നായിട്ടാ ഗിത്താർ വായിക്കുന്നത്. വരൂ, നമുക്ക് എല്ലാവർക്കും നോക്കാം. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഇവിടെ വന്ന് ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വന്ന് ഡാൻസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല ഡാൻസ് ചെയ്യുന്നവർക്ക് ഞാൻ രസകരമായ സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. എന്നാൽ വരുവിൻ. ശിവ എത്ര നന്നായിട്ടാ ഡാൻസ് ചെയ്യുന്നത്. എന്റെ പേഴ്സ്, കള്ളൻ എന്റെ പേഴ്സ് കൊണ്ടുപോയി. പോലീസ്, കള്ളൻ. അങ്കിൾ, ഇനി ഓടിട്ട് ഒരു കാര്യവുമില്ല. എന്റെ മുത്തശ്ശിയുടെ ബാഗ് തിരിച്ചു തന്നേക്കൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുന്നേ? ഈ കുട്ടിയെ വേഗം പിടിക്കൂ. എന്നെ കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. കേറി വാ കുട്ടി. പേഴ്സ് വേണ്ടേ നിനക്ക്? ഇന്ന് മേടിച്ചോ? ഞാൻ എന്തായി കാണുന്നത്? ഈ കുട്ടി സൈക്കിളിൽ കൂടെയുള്ള തെങ്ങേ കയറുന്നത്. പിടിക്കാ കൊച്ചനെ. എന്റെ കയ്യെ കിട്ടി, ഇനി നിനക്ക് കിട്ടത്തില്ല. ഹലോ അങ്കിൾ, ആ പേഴ്സ് എന്റെ മുത്തശ്ശിയുടേതാണ്. മര്യാദയ്ക്ക് തന്നേക്ക്. അങ്ങനെ ഇപ്പൊ നീ കൊണ്ടുപോണ്ട. ഹലോ, ലഡു സിംഗ് അങ്കിൾ.
ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? ശിവ, ഇവനെ ഇനി ഞാൻ പൊക്കിയെടുത്തോളാം. ലഡ്ഡു സിംഗ് സർ, ഇവരുടെ വേറെ ആൾക്കാര് ഗ്രാമത്തിലുണ്ട്, അവരും ചെന്ന് പിടിക്ക്. ഇനി ഉണ്ടെന്നോ? അവരെയും ഇവനോടൊപ്പം ജയിലിലേക്ക് ഞാൻ വലിച്ചിട്ടോളാം. പോലീസ് ടീമിനെ ഞാൻ നേരത്തെ തന്നെ ആ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. പേടറാം, ഇവനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി ലോക്കപ്പിനകത്തേക്ക് ഇട്ടേക്ക്. എന്തായാലും മുത്തശ്ശൻ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞത് എത്ര നന്നായി. താങ്ക് യു ശിവ. ഇവൻ ആള് ഭയങ്കര സാധനവാ. ഇവന്റെ കണ്ണി പെടാതെ സൂക്ഷിക്കണം. ജോണി ജനാർദ്ദനൻ, നമ്മൾ ഒരിക്കലും ആരുടെയും കണ്ണിലകപ്പെടില്ല. കാരണം അറിയോ, നമ്മൾ അത്രയ്ക്ക് മിടുക്കന്മാരാ. ആ ചെറുക്കൻ ശിവയെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. നമ്മുടെ കൂട്ടാളി അവൻ ജയിലിലേക്ക് അയച്ചില്ലേ? എല്ലാ വിവരവും എന്റെ അടുത്തുണ്ട്. അവരൊക്കെ 3ാമത്തെ നിലയിലാ ഉള്ളത്. കുട്ടികളുടെ റൂം നമ്പർ 309, കുട്ടിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും 310-ലും. വരൂ. ആദ്യം ഈ കുട്ടികളുള്ള മുറി നമുക്ക് ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ചെക്കൻ പുറത്തേക്ക് വരും. അങ്ങനെ ആ കുട്ടികൾ ഉള്ളിലകപ്പെട്ടു. ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ അകത്ത് ചെന്ന് അവരുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരീൻ. എങ്ങതാ? രാത്രി നിങ്ങൾക്ക് പാട്ട് പാടണം. കയ്യിലുള്ള പണവും സ്വർണവും എല്ലാം ഇങ്ങ് പുറത്തെടുക്കൂ. വേഗം. ആരാ നിങ്ങൾ? എങ്ങനെ അകത്ത് കയറി? ഞങ്ങള് കണ്ണുപൊത്തി കളിക്കാൻ പോന്നതാ. പണമെടുക്ക്. കള്ളന്മാരാണെന്ന് കണ്ടല്ലൂടെ? ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ശിവ രക്ഷിക്കേ. വിളിക്കൂ, ഇനിയും ഉറക്കെ വിളിക്കൂ. നിങ്ങളുടെ ശിവ നിങ്ങളെ സഹായിക്കാൻ ഇന്നിങ്ങോട്ട് വരില്ല. ശിവ, ഞങ്ങൾ രണ്ടുപേരും ഇതാ മുറിയിൽ കുടുങ്ങിക്കിടക്കുക. കുറെ കള്ളന്മാര് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. മുത്തശ്ശ, എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് വരാം. ശിവ, എന്താ സംഭവിച്ചത്? എന്താണെന്ന് വെച്ചാ പറയൂ. രവ, മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മുറിയിൽ കള്ളം കയറിയെന്ന്. എല്ലാം മോഷ്ടിച്ചതിന് ശേഷം അവരെ റൂമിലിട്ട് പൂട്ടിയത്രേ. ഇപ്പൊ നമ്മുടെ മുറിയുടെ വാതിൽ ആരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. നമ്മൾ പറയുന്നതൊന്നും ആർക്കും പുറത്ത് കേൾക്കുന്നില്ല. ഞാനൊന്ന് ക്രൂ ബ്രേക്ക് പഞ്ച് യൂസ് ചെയ്ത് നോക്കട്ടെ. ക്രൂ ബ്രേക്ക് പഞ്ചോ? അതെന്താണ്? അതെന്താന്ന് വെച്ചാൽ കുംഫുന്റെ ഒരു പഞ്ചാണ്. അത് വളരെ അത്യാവശ്യം വന്നാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. നിങ്ങളൊരു വശത്തേക്ക് മാറി നിൽക്കൂ. മുത്തശ്ശ, മുത്തശ്ശി, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ആ കള്ളന്മാർ ഇപ്പൊ പുറത്തു പോയതേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് പോയി. ഞാൻ ആ കള്ളന്മാരെയൊക്കെ എത്രയും പെട്ടെന്ന് പിടിക്കാം. മുത്തശ്ശൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഈ ഫുട്ടേജിൽ എല്ലാം നോർമലായിട്ടാ ഉള്ളത്. ആ കള്ളന്മാർക്ക് ശരിക്കും ഈ ക്യാമറയെ കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവര് വളരെ തന്ത്രപൂർവ്വം ഓരോ ക്യാമറയും ഒഴിവാക്കിയിരിക്കുന്നു. ശിവ, അത് നോക്കൂ. അതെന്താണ് സർ? ഒന്നത് റിവേഴ്സ് ചെയ്യൂ. ഇത് 3 പേരാണ്. 3 വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്. അതായത് പകല് കടപ്പുറത്ത് ഈ 3 പേരും ജോണി ജനാർദ്ദൻ എന്ന് പറഞ്ഞ് ഓർമ്മയുടെ അവരായിരിക്കും. ശരിയാണ്, അവരുടെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു.
കൂടാതെ തലയിൽ തൊപ്പിയും ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ വളരെ നല്ല മനുഷ്യരാ. കുറെ ആൾക്കാരെ സഹായിക്കാറുമുണ്ട്. ഒരുപാട് കാലമായിട്ട് എനിക്കവരെ നന്നായിട്ട് അറിയാം. ചിലപ്പോ സഹായം എന്ന രീതിയിൽ അഭിനയമാണെങ്കിലോ നല്ലവരെ പോലെ അഭിനയിച്ച് മോഷണമായിരിക്കും അവരുടെ ശരിക്കും തൊഴിൽ. അതെനിക്കറിയില്ല, അവരെ കുറിച്ച് ചോദിച്ചിട്ടുമില്ല. നമുക്ക് ലഡു സിംഗ് സാറിന്റെ സഹായം ആവശ്യം വരും. ഹലോ ലഡു സിംഗ് സാർ, നിങ്ങളൊരു കള്ളനെ ലോക്കപ്പിലിട്ട് പൂട്ടിയില്ലേ? അയാളോട് ഒന്ന് ചോദിക്കൂ ഈ ജോണി ജനാർദ്ദൻ എവിടെയാണെന്ന്. നിനക്ക് ലോക്കപ്പിന്റെ പുറത്തേക്ക് വേഗം വരണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോണി ജനാർദ്ദനന്റെ അഡ്രസ് വേഗം പറയൂ. സാർ, എനിക്കറിഞ്ഞൂടാ അവരെവിടെയാ താമസിക്കുന്നതെന്ന്. ശിവ, ഈ കള്ളൻ ഒരു സത്യം പറയുന്നില്ലല്ലോ. വിഷമിക്കണ്ട ലഡു സിംഗ് സാർ, ഇയാളിപ്പോ പറഞ്ഞില്ലെങ്കിൽ എന്താ, എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ഇൻസ്പെക്ടർ, നിങ്ങളൊക്കെ കള്ളന്മാരാണെന്ന് തോന്നുന്നു. ആദ്യം ഞാൻ നിന്നെയാണ് കഴിക്കാൻ പോകുന്നത്. വേണ്ട, എന്നെ നീ കഴിക്കല്ലേ. പുറത്ത് രണ്ടെണ്ണം ബോധം കെട്ട് കിടക്കുന്നത് കണ്ടില്ലേ? നിന്റെ വയറ് നിറച്ച് കഴിക്കാനുള്ളത് എല്ലാം അവരുടെ അടുത്തുണ്ട്. അവർ രണ്ടുപേരും സത്യസന്ധതയുള്ള ആൾക്കാരാണ്. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമേ അല്ല. എനിക്ക് കള്ളന്മാരുടെ ഇറച്ചി തിന്നുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. വേണ്ട, ഞാൻ ബുദ്ധിമുട്ടുകൊണ്ട് മോഷ്ടിച്ചു പോയതാ. എന്നെ കൊണ്ട് ജോണി ജനാർദ്ദന ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. ജോണി ജനാർദ്ദനോ? അവരൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? ആ കടപ്പുറത്ത് കൂടി പോകുമ്പോ കാട്ടിലേക്കൊരു വഴി വരുന്നുണ്ട്. അവിടെ എങ്ങാണ്ടാണ് വീട്. എന്നെ ചതിച്ചുവല്ലേ? മുതിർന്നവർ പഴഞ്ചൊല്ലി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ചിലപ്പോ അതൊക്കെ ഉപയോഗപ്രദമായി മാറും. അതായത് നേർവഴിയിൽ വരാത്തവരെ വളഞ്ഞ വഴിയിൽ വേണം ചോദ്യം ചെയ്യാനെന്ന്. ബൈ ബൈ അങ്കിൾ. ഇനി ആ കുട്ടി എന്ത് ചെയ്യുമെന്നൊന്ന് കാണട്ടെ. ആദ്യം നമ്മൾ വെറും ഒരു പേഴ്സാണ് മോഷ്ടിച്ചത്. ഇപ്പൊ എല്ലാം നമ്മൾ വാരിക്കൊണ്ടുവന്നില്ലേ? എന്നെ കുറിച്ചാണോ ആലോചിച്ചോണ്ടിരുന്നത്? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. നിങ്ങളുടെ 3 പേരെ കള്ളകളി വിളിച്ചതായി. ജോണി ജനാർദ്ദനൻ നമ്മൾ ഒരിക്കലും ആരുടെയും കയ്യിലകപ്പെടില്ല. കാരണം അറിയോ, നമ്മൾ അത്രയും മിടുക്കരാ. അങ്കിൾ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല, പക്ഷെ അവരുടെ കുതിരകളെ കൊണ്ട് കടന്നു കളഞ്ഞു. മര്യാദയ്ക്ക് നിൽക്കാനാ പറഞ്ഞത്.
ഏ ശിവ, നീ ഹോഴ്സ് റൈഡിംഗ് നല്ല സൂപ്പറായിട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഫൈറ്റ് സൂപ്പറായിട്ട് ചെയ്യും. ഞങ്ങൾ 3, നീ ഒരുത്തൻ മാത്രം. മര്യാദയ്ക്ക് പൊയ്ക്കോ. പേടിച്ചു പോകുന്നത് എന്റെ ശീലമല്ല. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. വന്ന് മതിയാക്കൂ ശിവ, മതിയാക്കൂ. വയ്യ, ഇനി നിന്റെ തല്ല് മേടിക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. ഞങ്ങൾ 3 പേരുണ്ടായിട്ടും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ലഡു സിംഗ് സർ, അറസ്റ്റ് them. വഴക്കൊക്കെ ഇപ്പൊ തന്നെ മതിയാക്ക്. Hands up! എല്ലാവരും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയ്യാ! ഇത് കണ്ടോ, എന്തുമാത്രം ഫൈറ്റ് ചെയ്തിട്ടാ ശിവ നിങ്ങളെ തോൽപ്പിച്ചത്. പക്ഷെ ഞാനോ ഫൈറ്റ് ചെയ്യാതെ നിങ്ങൾ എല്ലാരും തോൽപ്പിച്ചില്ലേ?